വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോവുകയും ചെയ്യുന്നു. വൈദ്യരെ, ഞങ്ങളുടെ കുഞ്ഞിനെ എന്ത് വില കൊടുത്തും രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്താനാ ഞാൻ ചികിത്സിക്കുന്നത്. ആർക്കും വിഷമം തോന്നരുത്. ദൈവത്തിന് മാത്രമേ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കൂ. എന്റെ മോക്ക് എന്താ സുഖം ഒന്നറിയണ്ട വൈദ്യരെ. എന്റെ നിഗമനം ശരിയാണെങ്കിൽ കടുത്ത ജ്വരമാണ്. തലക്കടിച്ചുപോയി. ചെറുകുടലും വൻകുടലും ചേരുന്നിടത്ത് വലിയ വീക്കം വന്നിരിക്കുന്നു. വല്ലാണ്ട് കടുത്തുപോയി. എവിടെ വേണേലും ഞങ്ങൾ കൊണ്ടുപോകാം. എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ മുടക്കാം. ബുദ്ധിമുട്ടാ. മദിരാശിയിൽ ഇപ്പോ കുറെ ഇംഗ്ലീഷ് ഡോക്ടർമാര് പഠിച്ചിറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കണം. ശസ്ത്രക്രിയ ചെയ്താ രക്ഷപ്പെട്ടേക്കാം. മദ്രാസിയിലോ എവിടെ വേണമെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോ മോനെ. നമുക്ക് കൊണ്ടുപോകാൻ തോന്നി. ഞങ്ങള് തയ്യാറാ. കൊണ്ടുപോവാം. എവിടെ വേണേലും കൊണ്ടുപോവാം. താമസിച്ചു പോയല്ലോ അന്തോണി. എന്ന് വെച്ചാൽ വൈദ്യരെ എന്താ പറഞ്ഞത്? മാലാഖമാർക്ക് ഇനി അവളെ മദിരാശിയിൽ എത്തിക്കാൻ സാധിക്കും. വിഷമിക്കാതെടാ തോടെ. ഞാൻ എങ്ങനെ അയ്യോ ത്രേസ്യ മോള്. എന്റെ മോളെ എന്റെ മോളെ ദൈവം പിടിച്ചല്ലോ. കൊല്ലും ഞാൻ അവനെ, കൊല്ലും ഞാൻ. ആനയാ എന്റെ കുഞ്ഞിനെ കൊന്നത്. ആന കൊല്ലും ഞാൻ അവനെ. കൊല്ലും ഞാൻ. ഞാൻ അവനെ. അയ്യോ കൊണ്ട് പോടാ ഈ പിശാചിനെ. ഇനി എന്റെ കൺവട്ടത്ത് കണ്ടുപോകുന്നു. കൊല്ലും ഞാൻ. വിഷം കൊടുത്ത് കൊല്ലും ഞാൻ ഇതിനെ. ഇതിനെയല്ല കൊല്ലേണ്ടത്, എന്നെയാ. എന്റെ അശ്രദ്ധ കൊണ്ട് ആ കുഞ്ഞു നിന്റെ പുറത്ത് കയറിപ്പോയത്. കൊന്നോ, എന്നെ കൊന്നോ, തല്ലിക്കൊന്നോ. ഇനി എന്റെ കൺവട്ടത്ത് കണ്ടുപോകരുത്. കൊല്ലും ഞാൻ രണ്ടിനെ. നടക്ക്. ഞാൻ ഇതിനെ കൊണ്ടുപോയിക്കോളാം. ആർക്കെങ്കിലും ഇതിനെ വിറ്റോളാം. വാടാ, വരാനല്ലേ പറഞ്ഞത്. വാ ചങ്ങാതി, വാടാ. നീ വിഷമിക്കാതെ. നമ്മുടെ ത്രേസ്യ കുഞ്ഞു പോയടാ. നമ്മുടെ ത്രേസ്യ കുഞ്ഞു പോയേ.
പിതാവിന്റെയും പുത്രന്റെയും മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുകയാണ്. അന്ത്യചുംബനം നൽകി നമ്മുടെ ത്രേസ്യ കൊച്ചിനെ സ്വർഗത്തിലേക്ക് യാത്ര. ശവമഞ്ചം എടുത്തു. മഹിമാധനം സുഖങ്ങൾ സകലവും മായ മൺമയമായുലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മൺമയമായുലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. ധാന്യം ധനം ലാഭം കീർത്തി ഹാ നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി ഹാ നഷ്ടമാകും. മാന്യമിത്രരാകെ
സകലവും മായ. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്കു സ്വർഗം ആ സ്വന്ത ദേശം കേവലമീ ആരിടമോ വെറും പരദേശം. ദൈവമക്കൾ നമുക്കു സ്വർഗം ആ സ്വന്ത ദേശം കേവലമീ ആരിടമോ വെറും പരദേശം. മൺമയമായുലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മൺമയമായുലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. ചേച്ചിയും കഴിക്ക്. ഞാൻ കഴിച്ചോളാം, മക്കള് കഴിക്ക. ചേച്ചി, അപ്പനും അമ്മയും അമ്മാമ്മയും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ എല്ലാവരെയും വിളിച്ചു, ആരും വന്നില്ല. എല്ലാവരും കരച്ചില് തന്നെയാ, കരച്ചില്. എനിക്കും കരച്ചിലായിരുന്നു. കരയാതെ ഞാൻ പോയി വിളിച്ചോളാം. അപ്പനിന്ന് ഒന്നും കഴിച്ചില്ല. അത്താഴെങ്കിലും കഴിക്ക. കരയാതപ്പ.
എന്റെ കൊച്ചു ത്രസ്യ മോള് എന്റെ കൂടെ ഇരുന്ന ദിവസവും അത്താഴം കഴിച്ചിരുന്നത്. കുന്നംകുളം ചന്തയിൽ നീന്തപ്പഴം വാങ്ങിത്തരാന്ന് പറഞ്ഞു പോയ ആളാ. എന്തേ ഈന്തപ്പഴം? അത് മോളെ വേണ്ട വേണ്ട, ഇത്രേസ്യാമോൾ ഉത്തരം പറയാം. എന്റെ മോളെ, ധൃതിക്ക് ഞാനങ്ങ് മറന്നു. ഇനി പോകുമ്പോ വാങ്ങിത്തരാട്ടോ. ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈന്തപ്പഴം തിന്നാൻ പറ്റാവോ? കണ്ണൊടിക്കുന്ന നേരത്താ മരിക്കുന്ന കാര്യം പറയുന്നേ. അവള് തമാശ പറഞ്ഞതല്ലേ. ആ ഇനി അപ്പം മറക്കില്ലാട്ടോ. അല്ലേലും അവൾക്ക് കൊഞ്ചലിച്ചിരി കൂടുന്നുണ്ടപ്പാ. അവള് കൊഞ്ചട്ടിടലോനെ. അല്ലേലും പെമ്പിളരുടെ കൊഞ്ചല് കാണാൻ നല്ല രസമാ. ആഹാ, പറഞ്ഞു പറഞ്ഞു കഞ്ഞി തീരാറായല്ലോ. എന്റെ പങ്കിങ് തന്നെ. ഓ, ഞാൻ അതങ്ങ് മറന്നു. ചുമ്മാ തന്നെ ലോന പറഞ്ഞത്. നിന്റെ പാത്രത്തിലെ കഞ്ഞിക്ക് എന്താ കുഴപ്പം? അതെ, എന്റെ അപ്പന്റെ പാത്രത്തിലുള്ള കഞ്ഞിക്ക് ആ രുചി കൂടുതല്. എന്റെ കുഞ്ഞു പോയേ, എന്റെ കുഞ്ഞു പോയേ. എന്റെ മോള് ഇനി ഒരിക്കലും അപ്പന്റെ പങ്ക് ചോദിക്കില്ല. അപ്പന്റെ പങ്ക് ഇനി ചോദിക്കില്ല. എന്ത് കിടപ്പാ മോളെ ഈ കിടക്കണ? എണീറ്റ് വല്ലതും കഴിക്കേ. എനിക്ക് മോളെ. എനിക്ക് വിശപ്പില്ല, ദാഹമില്ല. എന്റെ കുഞ്ഞില്ലാതെ ഞാൻ എങ്ങനെ ആഹാരം കഴിക്കൂ? ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന് സ്തുതി. ജോബ് പറഞ്ഞതുപോലെ പറയാനല്ലാതെ നിസ്സഹായരായ നമുക്ക് എന്ത് പറയണ്ടു? എല്ലാം ഈശോയുടെ ഇഷ്ടം. എന്തും സഹിക്കാനുള്ള ധൈര്യത്തിനായി പ്രാർത്ഥിക്കുക. മോളെ, മോളെ, എന്റെ മോളെ. എടാ അന്തോനി, എടാ എടാ, ദൈവം വലിയവനാടാ. എടാ, നിന്റെ കുഞ്ഞു മരിച്ചതില് ഈ ചാക്കുണ്ണിക്ക് സങ്കടമുണ്ടാ, സങ്കടമുണ്ട്. സങ്കടം തീർക്കാനാ മുതലാളി കുടിച്ചത്. അതേടാ, കള്ളുപോരയിലിരുന്ന് മുതലാളി കരയായിരുന്നു. നീ വരുത്തി വെച്ച ദൈവ ശിക്ഷയാടാ ഇത്. എന്തായിരുന്നു പത്രാസ്, ആനയും അമ്പാരിയും. എന്റെ പുറത്തൊരു ബഹളം. പലർക്കും ഉണ്ടടാ. എടാ,
അഹങ്കാരം കുറച്ചു വേണമായിരുന്നു. ദൈവത്തിനെ പോലും അവൻ വെല്ലുവിളിക്കല്ലായിരുന്നോ? ആലപ്പുഴയിൽ നിന്നും കരിമീൻ കൊണ്ടുവന്ന് കല്യാണം പൊടിപൊടിക്കുവന്ന്, എന്നിട്ട് നടന്നല്ലോ. നിന്റെ മൂത്ത മകളെ കന്യാസ്ത്രീയാക്കാൻ വിടാതെ കെട്ടിച്ചയച്ചു വിടാൻ നോക്കിയതിന്റെ ശിക്ഷയാടാ ഇത്. ശിക്ഷ ഇനിയും നീ അനുഭവിക്കും. എടാ കുലദ്രോഹി, നിന്നെ ഞാൻ വിടല്. എടി വിടാൻ. വിടടി എന്നെ. എടി വിടാൻ. എടാ ചാക്കുണ്ണി, വിടറി എന്നെ. വിടാനല്ലേ പറഞ്ഞത്? ഇന്ന് നിന്റെ അവസാനമാ. കുറെ നാളായി നീ എന്നെ തകർക്കുന്നു. ഇന്ന് നിന്നെ കൊല്ലൂടാ. എടി പിടിവിടാൻ. ഇങ്ങോട്ട് വിടടി. വിടടി എന്നെ. വിടാൻ. ഞാനും കരുതി തന്നെയാ വാടാ. ഇത് കണ്ടോ, മലപ്പുറം കത്തി. ഇങ്ങോട്ട് വിട്. ഇങ്ങോട്ട് വാടാ. നമുക്ക് നോക്കണം. വിടാൻ. എടാ വിടാൻ. ഇതൊരു മരണ വീടാണ്. ഞങ്ങളുടെ ചങ്ക ഇവിടുന്ന് പോയത്. ഇനിയെങ്കിലും ഞങ്ങളെ സ്വസ്ഥമായിട്ടൊന്ന് വീട്. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. വാടാ റഫേലെ. റോസക്കൊച്ചു പറഞ്ഞാൽ ഈ ചാക്കുണ്ണി കേൾക്കും. അവര് ജീവിക്കട്ടെടാ, ജീവിക്കട്ടെ. വാടാ, പോകാം. വാ. റോസക്കൊച്ചു പറഞ്ഞ ഞാൻ കേൾക്കാതിരിക്കുകയാണ്.